നമസ്കാരം. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റ് അടുത്ത വർഷം നടക്കാനിരിക്കെ ടീമുകളെല്ലാം തന്നെ ശക്തമായ മുന്നൊരുക്കത്തിലാണ് ഉള്ളത്. ഏകദിന ഫോർമാറ്റിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് വേദിയാകുന്നത് പാകിസ്ഥാനാണ്. ഇതിനോടകം മത്സരത്തിന്റെ വേദിയും ഷെഡ്യൂളും അടങ്ങുന്ന കരട് രേഖ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ICCക്ക് സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ലാഹോർ വേദിയാകുന്ന തരത്തിലാണ് ഷെഡ്യൂൾ പുറത്തുവന്നത്. എന്നാൽ ഇന്ത്യൻ ടീമിന്റെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. പാകിസ്ഥാൻ വേദിയാകുന്നതിനാൽ തന്നെ ഇന്ത്യ കളിക്കുമോ എന്ന വലിയ ചോദ്യമാണ് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പോഴിതാ പാകിസ്ഥാനിൽ ഇന്ത്യ കളിക്കില്ല എന്ന നിലപാട് കൂടുതൽ വ്യക്തമാക്കിയിരിക്കുകയാണ് BCCI. ഗൗതം ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായതിന് പിന്നാലെയാണ് ഔദ്യോഗികമായി BCCI ഇക്കാര്യം ICCയെ അറിയിച്ചിരിക്കുന്നത്. ഏറെ നാളുകളായി ഇരു ടീമും തമ്മിൽ പരമ്പരകൾ നടക്കുന്നില്ല. മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മോശമായതും പാകിസ്ഥാനുമായുള്ള എല്ലാ ബന്ധങ്ങളും ഇന്ത്യ ഉപേക്ഷിച്ചതും. ഇതോടെ ക്രിക്കറ്റ് പരമ്പരയും നിൽക്കുകയായിരുന്നു. ICC ടൂർണമെന്റുകളിൽ മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും കളിച്ചു വരുന്നത്. ഇപ്പോൾ അവസാന T20 ലോകകപ്പിൽ ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യ പാകിസ്ഥാനെ മുട്ടുകുത്തിച്ചിരുന്നു. ഈ തോൽവികൾക്കെല്ലാം സ്വന്തം മണ്ണിൽ ചാമ്പ്യൻസ് ട്രോഫി കളിച്ച് മറുപടി നൽകാമെന്നായിരുന്നു പാകിസ്ഥാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടാണ് ഇന്ത്യയെ പല രീതിയിലും അവർ തങ്ങളുടെ മണ്ണിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനിൽ കളിക്കില്ല എന്ന ഉറച്ച നിലപാട് എടുത്തിരിക്കുകയാണ്. ഇന്ത്യ മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യപ്രകാരം ദുബായ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ഒന്നിൽ മത്സരം നടത്താമെന്നതാണ്. എന്നാൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ഇതിനോട് അനുകൂലമായല്ല നിലപാടെടുത്തിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി മാത്രം പ്രത്യേക ഒരു പരിഗണന കൊടുക്കണ്ട എന്നാണ് പാകിസ്ഥാന്റെ നിലപാട്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ കളിക്കാൻ വരാറുള്ളതിനാൽ തന്നെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ വരണമെന്നും ഉറച്ച നിലപാടാണ് അവർ ഇത്തവണയും ഉന്നയിച്ചിരിക്കുന്നത്. ICCയിൽ ഇന്ത്യക്ക് വലിയ സ്വാധീനമുള്ളതിനാൽ തന്നെ പാകിസ്ഥാനുമായി ചർച്ചകൾ നടക്കുകയാണ്. PCB നിലപാടിൽ ഉറച്ചു നിന്നാൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കളിക്കില്ല. ഇന്ത്യ പിന്മാറിയാൽ വലിയ സാമ്പത്തിക നഷ്ടമായിരിക്കും PCBക്ക് അല്ലെങ്കിൽ ICCക്കുമെല്ലാം ഉണ്ടാവുക. കാരണം ലോക ക്രിക്കറ്റിന്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നാണ് ആരാധകരുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാറി നിന്നാൽ അത് ICCയെ നല്ല രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്. അത് വച്ചാണ് ഇന്ത്യ ഇനി മുന്നേറാൻ പോകുന്നത്. ഇന്ത്യ പാക് പോരാട്ടമാണ് ചാമ്പ്യൻസ് ട്രോഫിയുടെ അടിത്തറയെന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം നടന്നില്ലെങ്കിൽ അത് വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടമടക്കം വലിയ നഷ്ടങ്ങളായിരിക്കും ക്രിക്കറ്റ് ലോകത്ത് അല്ലെങ്കിൽ ICCക്ക് ഉണ്ടാക്കുക. ഈ മത്സരം കാണാൻ നിറഞ്ഞ ആരാധകരുണ്ടാകുമെന്ന കാര്യം സംശയമില്ലാത്തതാണ്. ഇത് മുന്നിൽ കണ്ടാണ് സ്പോൺസർമാരും പരസ്യങ്ങളും എല്ലാം തന്നെ ടൂർണമെന്റിന് പണമിറക്കുന്നത്. ഇന്ത്യ ടൂർണമെന്റ് കളിച്ചില്ലെങ്കിൽ കാണികളുടെയും കാഴ്ചക്കാരുടെയും എണ്ണത്തിൽ വലിയ കുറവുണ്ടാകും. ഇതോടെ പരസ്യങ്ങളും സ്പോൺസർമാരും നല്ല രീതിയിൽ കുറയും. ഇത് പാകിസ്ഥാൻ ടീമിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ PCB ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരിക്കും. അതും ICCയുടെ സമ്മർദ്ദത്തോടെ തന്നെയായിരിക്കും. പക്ഷേ ഇത്തവണ കടുത്ത നിലപാടിൽ തന്നെയാണ് പാകിസ്ഥാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ടീം പാകിസ്ഥാനിലേക്ക് ചെല്ലണമെന്ന് അവർ ശക്തിയുക്തം വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഇന്ത്യ തയ്യാറാകാതെ വരുമ്പോൾ ഇന്ത്യയെ ഒഴിവാക്കി പാകിസ്ഥാൻ ടൂർണമെന്റ് നടത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗംഭീറിന് കീഴിൽ ഇന്ത്യ കളിക്കേണ്ട ആദ്യ ICC ടൂർണമെന്റ് കൂടിയാണ് ചാമ്പ്യൻസ് ട്രോഫി. ഗംഭീറും പാകിസ്ഥാനിൽ കളിക്കാൻ പോകുന്നതിനോട് എതിർപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ ഗംഭീർ തന്റെ നിലപാട് അറിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പരമ്പരയിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള സാധ്യതയാണ് നിലവിൽ കൂടുതലും ഉള്ളത്. അല്ലെങ്കിൽ പാകിസ്ഥാൻ അവിടെ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ദുബായിൽ നടത്താനുള്ള നീക്കം നടത്തുന്നുണ്ടെങ്കിലും PCB ഇതിന് ഒരു കാരണവശാലും സമ്മതിക്കില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇത്തരത്തിൽ BCCI നിലപാട് കടുപ്പിക്കുമ്പോൾ ICCക്ക് മുൻപിൽ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പരാതി നൽകുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഇന്ത്യ മാറി നിൽക്കുമ്പോൾ ICCക്ക് കാര്യമായി ഒന്നും ചെയ്യാനാകില്ല. മാത്രമല്ല സുരക്ഷയെക്കുറിച്ചും വലിയ രീതിയിലുള്ള ആശങ്കയാണ് ഇന്ത്യ ICCക്ക് മുന്നിൽ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയും നേടി തുടർച്ചയായി 2 ICC ട്രോഫി നേടാനുള്ള തയ്യാറെടുപ്പിലാണെങ്കിലും ഈ ഒരു മോഹം നടക്കാൻ ഇപ്പോൾ സാധ്യത കുറവാണ് എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇനിയിപ്പോൾ ആരെ വാദം ശരിയാകും? ഇപ്പം ഇന്ത്യ പാകിസ്ഥാനിലേക്ക് വരണമെന്ന പാകിസ്ഥാന്റെ വാശിയോ അതോ ഇന്ത്യ ഒരു തരത്തിലും പാകിസ്ഥാൻ മണ്ണിൽ കാലുകുത്തില്ല എന്നുള്ള നിലപാടാണോ? ഏതായിരിക്കും വിജയിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നതിനെ കാണാം.